കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ഓൺലൈനിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും വന്ദനം അറിയിക്കുകയാണ്. ഇന്ന് പ്രഭാതത്തിൽ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം, അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുമ്പിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകും. അപ്പോൾ പാത്രം എന്തിനു വേണ്ടിയാ? നിറയ്ക്കുവാനാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു കൊടുക്കുവാനാണ്. വെസൽ എന്ന് പറയുന്ന ഇംഗ്ലീഷ് വാക്കാണ് കാണുന്നത്. അതിന് ഗ്രീക്കിനകത്ത് ഇംപ്ലിമെൻറ്റ്, ഇൻസ്ട്രുമെൻറ്റ്, കണ്ടെയ്നർ എന്ന പദങ്ങൾ കാണാൻ കഴിയും. ഇവിടെ ശൗലെന്ന് പറയുന്ന പ്രമാണങ്ങളെക്കുറിച്ച് എരിവുള്ള മനുഷ്യൻ അന്ന് ക്രിസ്തുവിനെതിരായി നിന്ന മനുഷ്യൻ, അനേകരെ ഉപദ്രവിക്കുവാൻ നേതൃത്വം കൊടുത്ത മനുഷ്യനെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി എങ്ങനെ ഉപയോഗിച്ചു, എത്ര ശ്രേഷ്ഠമായി ഉപയോഗിച്ചു എന്നത് നമുക്കവിടെ കാണാൻ കഴിയും. അതാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ 9-ാം അധ്യായത്തിൻ്റെ പ്രമേയം എന്ന് പറയുന്നത്. പ്രിയരെ, ദൈവം ഒരു വ്യക്തിയെ അല്ലെ ഒരു പാത്രത്തെ തിരഞ്ഞെടുക്കുന്നത് എന്തിനാണെന്നുള്ളത് നമ്മൾ റോമാലേഖനം അതിൻ്റെ 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കാണാൻ കഴിയും. റോമാലേഖനം 9-ാം അധ്യായം 22-ാമത്തെ വാക്യം. ദൈവം തൻ്റെ കോപം കാണിക്കാനും ശക്തി വെളിപ്പെടുത്തുവാനും അത്രേ. അപ്പോൾ കോപത്തിൻ്റെ പാത്രങ്ങളെ ദൈവപ്രവൃത്തിക്കായി ഉപയോഗിക്കുന്നു. നമുക്കറിയാം, ഒരു ഭവനത്തിൽ പാത്രങ്ങൾ പലതുണ്ട്. അതിൻ്റെ ഉപയോഗം പലതരത്തിലാണ്. അടുക്കള ഉപയോഗിക്കുന്ന പാത്രമുണ്ട്, ഷോറൂമിൽ നമ്മൾ സൂക്ഷിക്കുന്ന പാത്രമുണ്ട്, ബാത്റൂമിൽ ഉപയോഗിക്കുന്ന പാത്രമുണ്ട്, വീടിന് പുറത്ത് ഉപയോഗിക്കുന്ന പാത്രമുണ്ട്. 2 തരത്തിലുള്ള പാത്രങ്ങൾ കാണാൻ കഴിയും. ഓണറബിൾ യൂസിന് ഉപയോഗിക്കുന്നതും കോമൺ യൂസിന് ഉപയോഗിക്കുന്നതുമായ പാത്രം. അപ്പോൾ അങ്ങനെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ റോമാലേഖനത്തിൽ 9-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, തൻ്റെ കോപം കാണിക്കുവാനും ശക്തി വെളിപ്പെടുത്തുവാനും. നമുക്ക് ഈ മനുഷ്യനെക്കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 9-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യത്തിൽ കാണുമ്പോൾ ഈ മനുഷ്യനെ ദൈവം സന്ദർശിക്കുന്നു. അവൻ കോപത്തിൻ്റെ പാത്രമായി, അവൻ്റെ മേൽ ഒരു പ്രകാശമടിക്കുന്നു. അവിടെ വെച്ച് യേശു കർത്താവിനോട് സംസാരിക്കും, നീ ഉപദ്രവിച്ച യേശുവാകുന്നു ഞാൻ. അവിടെ പറയുന്നു, നീ ഉപദ്രവിച്ചത് എൻ്റെ ശിഷ്യന്മാരെ, എൻ്റെ വിശ്വാസ സമൂഹത്തിൽ ഉപദ്രവിച്ചത് എന്നെയാണ് ഉപദ്രവിച്ചത്. അങ്ങനെ ഈ മനുഷ്യൻ 3 ദിവസം കണ്ണു കാണാതെയൊക്കെ ആയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. തൻ്റെ കാഴ്ച നഷ്ടപ്പെടുന്നു. അവിടെ അനന്യാസ് എന്ന് പറയുന്ന പ്രാർത്ഥിക്കുന്ന മനുഷ്യനെ 10 മുതൽ 18 വരെയുള്ള വാക്യത്തിൽ അയക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ശൗലെന്ന് പറയുന്ന മനുഷ്യൻ കോപത്തിൻ്റെ പാത്രമായി. ഞാൻ ഇവിടെ നിന്ന് ദൈവം തിരഞ്ഞെടുക്കുന്ന പാത്രത്തിൻ്റെ ചില പ്രത്യേകതയുണ്ട്. അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാം. ഒന്ന്, ദൈവം തിരഞ്ഞെടുക്കുന്ന പാത്രം കഷ്ടം സഹിക്കുവാൻ തയ്യാറാകും. 2, ദൈവത്തിൻ്റെ അധികാരം അവന് മേൽ കൈമാറും. 3-ാമത്തെ കാര്യം, ദൈവ വിളി അല്ലെങ്കിൽ ദൈവം തിരഞ്ഞെടുപ്പുള്ളവൻ ഏത് മേഖലകളിൽ പോയാലും അവൻ ദൈവസന്നിധി മടങ്ങി വരും. 4, ആ വ്യക്തിക്ക് ദൈവിക സന്ദർശനമുണ്ടാകും. 5, അവന് സകല രോഗങ്ങളും സൗഖ്യമാകും. ഇവിടെ പൗലോസിൻ്റെ കാഴ്ച മടങ്ങി വരുന്നത് കാണാൻ കഴിയും. അടുത്ത 6, അവൻ പ്രാർത്ഥിക്കുന്നവനാകും. 7,
അവൻ മേൽക്കുമേൽ ശക്തിപ്പെടും, അല്ലെങ്കിൽ മേൽക്കിനുമേൽ വളരും. ഇങ്ങനെ 7 കാര്യങ്ങൾ ദൈവം തിരഞ്ഞെടുത്ത പാത്രത്തിലുണ്ട്. ഒരു കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് ദൈവം തിരഞ്ഞെടുക്കുവാൻ കാര്യം നമ്മൾ അനുഭവിച്ച ഒത്തിരി അനുഭവങ്ങൾ. നമ്മൾ കോപത്തിൻ്റെ പാത്രമായി തീർന്നത്. ഒരുപക്ഷെ വീടുകളിൽ ഒറ്റപ്പെടൽ അനുഭവിച്ചവരുണ്ട്, അതുപോലെ രോഗങ്ങളിലൂടെ കടന്നു വന്നവരുണ്ട്, അതുപോലെ ഫൈനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നവരുണ്ട്. ഞാൻ ഈ സമയത്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നിങ്ങൾ തകരുവാനല്ല, നിങ്ങൾ ആത്മഹത്യ ചെയ്യാനല്ല. ദൈവത്തിൻ്റെ സന്ദർശനം നിങ്ങൾക്കുണ്ടാകാൻ പോകും, നിങ്ങളുടെ ഭവനത്തിലുണ്ടാകാൻ പോകും. ഇന്നലെ വരെ ഏത് കാര്യത്തിലാണ് നിങ്ങൾ ഒത്തിരി പ്രയാസങ്ങളും ഇരുട്ടിൻ്റെ മണ്ഡലങ്ങളും പോരാടി ജീവിതത്തിൽ പ്രത്യാശയില്ലാത്തവരായി തീർന്ന് എല്ലാം നഷ്ടപ്പെട്ട്, ജോലി നഷ്ടപ്പെട്ട്, കടബാധിതകളായി, ഭവനങ്ങൾ നഷ്ടപ്പെട്ട് ആയിരിക്കുന്ന ഒത്തിരി നമ്മുടെ ചുറ്റുപാട് കാണാൻ കഴിയും. എന്നാൽ നിങ്ങൾ ആത്മഹത്യ ചെയ്യേണ്ട. യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കും. ദൈവത്തിൻ്റെ രാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ ശൗൽ എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ദൈവത്തിനെതിരെ ചലിച്ചു. അപ്പോൾ ദൈവം അവന് വേണ്ടി പ്രത്യക്ഷമായി, യേശുവിന് വേണ്ടി പ്രത്യക്ഷമായി. അതിൻ്റെ ഫലമായിട്ട് അവൻ്റെ കാഴ്ച തന്നെ നഷ്ടപ്പെട്ടു. പിന്നെയും മടക്കി കൊടുത്ത് അവൻ യേശുവിനെ അധികം പ്രസംഗിക്കുന്നവനായി തീരുവാനിടയായിത്തീരും. സഹോദരൻ നമുക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, 2 കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് സംഭവിച്ചത്. ഒന്ന്, ദൈവം പാത്രത്തെ തിരഞ്ഞെടുത്ത. ഒന്ന്, അത് ദൈവത്തിൻ്റെ കോപം വെളിപ്പെടുത്താൻ. കോപം മാത്രമല്ല, വരും കാലഘട്ടത്തിൽ അവൻ്റെ ശക്തി വെളിപ്പെടുത്തുവാനാണ്. ശക്തി വെളിപ്പെടുത്തുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇതിനെ കേൾക്കുന്ന, ഈ സന്ദേശം കേൾക്കുന്ന പലർക്കും ഒരു ചിന്തയുണ്ടാകും, ദൈവത്തെ തിരഞ്ഞെടുത്തിട്ടുണ്ടോ, എൻ്റെ സാഹചര്യങ്ങൾ എങ്ങനെയാണല്ലോ, വലിയ പ്രയോജനമില്ലാത്തവരാണല്ലോ, എനിക്ക് കഴിവില്ലല്ലോ, പ്രാപ്തിയില്ലല്ലോ. പക്ഷേ നമ്മളത് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു വലിയ ഭവനത്തെ, ഒരു സമ്പന്നൻ്റെ ഭവനത്തെ കർത്താവ് 2 തിമോഥെയോസ് ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയും. 20-ാമത്തെ വാക്യം, ഒരു വലിയ വീട്, ഒരു ഗ്രേറ്റ് ആൻഡ് റിച്ചസ്, ഒരു വലിയ വീട്, ധനികൻ്റെ വീട്. അവിടെ നമുക്ക് കാണാൻ കഴിയും, വെള്ളി കൊണ്ടുള്ള പാത്രമുണ്ട്, സ്വർണം കൊണ്ടുള്ള പാത്രമുണ്ട്, മരം കൊണ്ടുള്ള പാത്രമുണ്ട്. ചിലത് ഓണറബിൾ, മാന്യ കാര്യത്തിനും ചിലത് ഹീന കാര്യത്തിനും ഉപയോഗിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയാം, ഒരുപക്ഷേ നമ്മൾ ഹീനമായ കാര്യത്തിന് തിരഞ്ഞെടുക്കപ്പെട്ടത്, ഒരുപക്ഷേ താഴ്ന്ന മേഖലകളിൽ ജനിക്കപ്പെട്ടവരായിരിക്കും. സാമൂഹ്യത്തിൽ, നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഒരു രീതി പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന, നഷ്ടപ്പെട്ട സാഹചര്യങ്ങളായിരിക്കാം, വീടില്ലാത്തവരായിരിക്കാം. പക്ഷേ ദൈവത്തിന് വേണ്ടി നമ്മൾ നിന്നാൽ അവിടെ എഴുതി വച്ചിരിക്കുന്നു, നമ്മൾ ദൈവത്തിന് ഉപയോഗമുള്ള പാത്രമായി. അതേ, നീ ഇന്ന് ഹീനപാത്രത്തിനാണ്, ഹീന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണെങ്കിലും, നിനക്ക് ഒരു ദാസത്വ അനുഭവങ്ങളാണെങ്കിലും, ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യം പ്രതികൂലമാണെങ്കിലും, എല്ലാവരാലും താഴ്ന്ന ഒരു നിലവാരത്തിലാണെങ്കിലും നിന്നെ ദൈവം പ്രയോജനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. കുടുംബജീവിതത്തിൽ പ്രശ്നമുള്ള, പ്രതികൂലമുള്ള, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന നിന്നെ ദൈവം മാനിക്കുവാനിടയായിത്തീരും. അങ്ങനെ മാറ്റുവാൻ കഴിയും. സ്തോത്രം. വചനത്തിനകത്തൊരു കാര്യം കടന്നു, പുഴുവായ യാക്കോബിനെ ദൈവം JCB ആക്കി തീർത്തു. അങ്ങനെ നമ്മളെ ആക്കി തീർക്കാൻ കഴിയുന്ന ഒരു അഭിഷേകം നമ്മുടെ മേൽ ദൈവം പകരുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ഡിഗ്രിയോ കഴിവോ പ്രാപ്തിയോ ഒന്നുമല്ല, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയായി നാം തീർന്നാൽ കർത്താവ് നമ്മളെ ശക്തമായി പ്രയോജനപ്പെടും. ഈ വചനങ്ങളാൽ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്വർഗീയ പിതാവേ, എൻ്റെ ഈ ശബ്ദം കേട്ട ദൈവമക്കളെ ഞാൻ ആശീർവദിക്കുന്നു. കർത്താവ്, ഇന്ന് കടബാധ്യതകളിൽ ഇരിക്കുന്ന വ്യക്തികൾക്ക് വിടുതൽ കൊടുക്കണമേ. രോഗികളായിരിക്കുന്ന വ്യക്തികൾക്ക് ദൈവം സൗഖ്യം അയക്കണമേ, വിടുതൽ കൊടുക്കണമേ. അനേകരെ കർത്താവിൻ്റെ പ്രവൃത്തിക്കായി ഉപയോഗിക്കണം. എല്ലാവിധമായ തടസ്സങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ മാറ്റിക്കൊടുക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജാതി മത വ്യത്യാസമില്ലാതെ ഈ വചനം കേൾക്കുന്ന ഏവരെയും കർത്താവ് അനുഗ്രഹിക്കും, അത്ഭുതങ്ങളെ ചെയ്യും. ഞങ്ങളെ മാനപാത്രങ്ങളായി, അനുഗ്രഹത്തിൻ്റെ പാത്രങ്ങളായി ദൈവം ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുക. നന്ദി പറയുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.
താങ്ക് യു സോ മച്ച്. ഗോഡ് ബ്ലെസ് യു.